ഓക്കെ, കോണ്ടന്റ് ക്രിയേഷൻ അതായത് യൂട്യൂബ് അതിൽ അബ്സല്യൂട്ട് ബിഗിനർ ആയിട്ടുള്ള ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സ്കില്ലുകൾ ലാക്ക് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് സ്പീച്ച് ഡെലിവറി ചെയ്യാനുള്ള സ്കില്ല്. അതിൻ്റെ കൂടെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, ലൈറ്റിങ്, റെക്കോർഡിങ്, എഡിറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കേസിൽ കാണുന്നുണ്ടെങ്കിലും ഞാൻ ഒരു അബ്സല്യൂട്ട് ബിഗിനർ ആയിരുന്നു. എഡിറ്റിംഗ് എനിക്ക് സീറോ നോളജ് ആയിരുന്നു. എനിക്ക് മലയാളത്തിൽ കറക്റ്റായിട്ട് സംസാരിക്കാനൊന്നും അത്ര പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര കാഷ്വലായി പോകും. പക്ക മലപ്പുറം ഭാഷയിലൊക്കെ ആയിരിക്കും ഞാൻ സംസാരിക്കുക. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സ്പീച്ച് ക്ലിയർ ആയിട്ട് ഡെലിവറി ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമല്ലോ. എന്നാലല്ലേ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലേൺ ആൻഡ് അപ്ലൈ ആയിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ഗെയിമിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണെന്ന് കരുതുക. നമ്മളിപ്പോൾ ഡെയിലി പോയി ഫുട്ബോൾ കളിക്കുകയാണ്, കളിക്കുമ്പോൾ കളി പഠിക്കുകയാണെന്ന് കരുതുക. വേറെ എക്സ്ട്രാ എഫേർട്ടൊന്നും ഇടുന്നില്ല. അപ്പോൾ ഏകദേശം നമുക്ക് അതിലുള്ള സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാം. പക്ഷേ ആ സ്കില്ലിൻ്റെ വളർച്ച, അതിൻ്റെ റേറ്റ് വളരെ കുറവായി കാരണം പെട്ടെന്നാണ്ട് സ്കിൽഫുൾ ആവില്ല. അപ്പോൾ അതിൻ്റെ പകരം നമ്മൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ചെറിയൊരു എമൗണ്ട് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും കൂടി ഇടുകയാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പുതിയ സ്കില്ല് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രാക്ടീസ് ചെയ്ത സ്കില്ല് ഇവിടെ കളിക്കുമ്പോൾ ഫീൽഡിലിടാം. അപ്പോൾ നമ്മളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പെട്ടെന്നൊരു ഒരു സ്കിൽഫുൾ പ്ലെയർ ആയിട്ട് മാറാൻ നമുക്ക് കഴിയും. ഈ സെയിം എക്സാമ്പിൾ നമുക്ക് ഏത് ഫീൽഡിൽ ഇടാൻ പറ്റും. ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷനിൽ ഇട്ടാൽ ഞാൻ ഇപ്പോൾ സ്പീച്ച് ഡെലിവറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി സ്പീച്ച് ഡെലിവറി ചെയ്യുമ്പോൾ ആ സ്പീച്ച് ഡെലിവറി ചെയ്യുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ വേറെ രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെ? ഒരു എക്സ്ട്രാ എഫേർട്ട് ഞാൻ സ്പീച്ച് പ്രാക്ടീസിന് തന്നെയായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ മാറ്റി വെക്കുമ്പോൾ ആ ഒരു പ്രാക്ടീസ് ടൈമിൽ എനിക്ക് കിട്ടുന്ന ഒരു സ്കില്ലുണ്ടല്ലോ, ആ സ്കില്ല് ഇവിടെ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മൾ സംസാരിക്കാനുള്ള കഴിവ് വേണം. അതിൻ്റെ കൂടെ ഒരുപാട് സ്ക്രിപ്റ്റിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും ആ രീതിയിൽ കാറ്റഗറിയിൽ വരുന്ന സ്കില്ലും വേണം. അതിൻ്റെ കൂടെ അവസാനം ഒരു കണ്ടന്റിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഇൻഫ്രാസ്ട്രക്ചറും ഗിയേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഒരു കാര്യമാണ് നിൽക്കട്ടെ. ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് കാറ്റഗറി ഉണ്ടല്ലോ, ഒന്ന് നമ്മളെ സ്പീച്ച് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റി കൂട്ടുക, അതുപോലെ തന്നെ നമ്മളെ സ്ക്രിപ്റ്റിംഗ്, റെക്കോർഡിങ്, എഡിറ്റിംഗ് ആ കാര്യത്തിലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ടാമത്തെ കാറ്റഗറി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഇതിനെപ്പറ്റി പറയുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഡെയിലി ഓരോ വീഡിയോ വെച്ച് കണ്ടിട്ട് ആ പുതിയ വീഡിയോ ഐഡിയ അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് ഐഡിയ ഇതിൽ അപ്ലൈ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പഠിക്കും ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ വീഡിയോ, അതിൻ്റെ ക്വാളിറ്റീസും അതിലെ എഡിറ്റിംഗ് ടെക്നിക്സൊക്കെ നമുക്ക് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു വീഡിയോ ക്വാളിറ്റി ലെവലിലേക്ക് നമ്മളെ വീഡിയോ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുമ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ സ്പീച്ച് ഡെലിവറി ചെയ്യാനുള്ള ആ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്പുകളും ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാഡോയിങ് ടെക്നിക്കും ഒരു പെൻസിൽ ടെക്നിക്ക് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ഇത് നമുക്ക് മലയാളം ലാംഗ്വേജിനും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാനിപ്പോൾ മലയാളം ലാംഗ്വേജിന് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സാക്ട്ലി ചെയ്യുന്ന കാര്യം ഞാൻ ഇപ്പോൾ ഡെയിലി ആണെന്നുണ്ടെങ്കിൽ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ റാൻഡായിട്ട് കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എന്നെ പിടിച്ചെത്തിയ കണ്ടൻറ്റുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു പ്രസൻറ്റേഷൻ വീഡിയോ അല്ലെങ്കിൽ കണ്ടൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ മിനിറ്റ് മുതൽ അവസാനത്തെ മിനിറ്റ് വരെ ഞാൻ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീച്ച് ഒരു എൻഗേജിങ് സ്പീച്ച് ആയിരിക്കും. അങ്ങനത്തെ സ്പീച്ച് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് എടുത്തിട്ട് ഏറ്റവും നല്ല വീഡിയോ എടുത്തിട്ട് ആ വീഡിയോനെ ഇമിറ്റേറ്റ് ചെയ്യുക. ഈവൻ അവരുടെ ഇമോഷൻസ് വരെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അവർ സംസാരിക്കുമ്പോൾ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇമോഷൻ അവർ മിക്സ് ചെയ്യുന്നുണ്ടാവുമല്ലോ, ആ ഇമോഷനും അതേപോലെ ഇമിറ്റേറ്റ് ചെയ്താൽ ആ ഒരു എക്സാക്ട് ടോണിലും ആ എക്സാക്ട് ഇമോഷൻ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലാംഗ്വേജ് നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ സ്കില്ല് വർദ്ധിക്കും. ആ പ്രാക്ടീസ് ചെയ്ത കാര്യം നമ്മളെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ഇൻഫർമേഷൻ എന്താണോ, നമ്മളേത് കണ്ടൻറ്റാണോ ഷെയർ ചെയ്യാൻ പോകുന്നത് ആ കണ്ടൻറ്റിലും പ്രാക്ടീസ് ചെയ്ത ടെക്നിക്കുകളും പ്രാക്ടീസ് ചെയ്ത ലാംഗ്വേജ് ഡെലിവറിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു എഫക്റ്റീവായിട്ട് ലാംഗ്വേജ് ഡെലിവറി ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചിട്ട് അപ്ലൈയും ചെയ്യണം. അപ്പോൾ പഠിച്ചിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീഡ്ബാക്കും കിട്ടും. ഈ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന നമ്മളെ കണ്ടൻറ് ഉണ്ടല്ലോ, നമ്മളെ പ്രോഡക്റ്റ്, അതിൻ്റെ ക്വാളിറ്റി കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ആവുന്നതും ആ ക്വാളിറ്റി കാരണം ആ വീഡിയോൻ്റെ റീച്ച് കുറച്ച് കൂടുതൽ കിട്ടുന്നത് കാണുമ്പോഴൊക്കെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് പിന്നെയും നമ്മളെ ഡ്രൈവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ലേൺ ആൻഡ് അപ്ലൈ എന്നുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തത്. ഇതൊരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ ഈ യൂട്യൂബിനെ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനെ അപ്രോച്ച് ചെയ്താൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഒരു ടൈനി പെർസെൻറ്റേജ് ഡെയിലി ഇമ്പ്രൂവ് ചെയ്താൽ ഒരു മാസം കഴിയുമ്പോഴേക്കും ഒരു കൺസിഡറബിൾ ചേഞ്ച്
ആ വീഡിയോസിന് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസിന് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമ്മൾ കാണുമ്പോൾ നമുക്കും ഒരു ആത്മവിശ്വാസം കൂടും, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് നമ്മൾ ഡ്രൈവ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളിപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ വേറെ ഏത് ഫീൽഡിലും, ഇപ്പോൾ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും, ഏതാണെന്നുണ്ടെങ്കിലും ഈ ഒരു സെയിം സാധനം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് നമ്മളിലുള്ള ഗ്രോത്ത് റിയലൈസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹാവ് എ നൈസ് ഡേ.